ഇനി വരാൻ പോകുന്ന ഒരു വണ്ടി, എൻ്റെ സ്വപ്നത്തിലുള്ള വണ്ടി, അതിന് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചെറിയ വണ്ടി ഒരെണ്ണം വാങ്ങിയിട്ട് ഫ്രണ്ടിൽ പ്ലെയിനിലുള്ളതുപോലെ ബിസിനസ് ക്ലാസ് സീറ്റുകളാണ്. ചാരി കിടക്കാം, അതിനകത്ത് ടി വി ഉണ്ട്, ഓരോ സീറ്റിലും ടി വി ഉണ്ട്, വൈഫൈ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പുറകോട്ട് പോകുമ്പോൾ സാധാരണ ക്ലാസ് സ്ലീപ്പർ പുഷ് ബാക്ക് സീറ്റാണ്. അവിടെ പാട്ടൊക്കെ കേൾക്കാം. പക്ഷേ ഈ ഫ്രണ്ട് സീറ്റിൽ ഹെഡ്ഫോൺ വെച്ച് സിനിമ കാണാനും അതിനകത്ത് സിനിമകൾ ഫീഡ് ചെയ്ത് വയ്ക്കാനും. ഒരു ഫ്ലൈറ്റിനകത്ത് എമിറേറ്റ്സിൻ്റെ വിമാനത്തിൽ ബിസിനസ് ക്ലാസ്സിൽ എന്ത് കിട്ടുമോ അത് KSRTC ബസ്സിൻ്റെ ബിസിനസ് ക്ലാസ്സിൽ കിട്ടും. അങ്ങനെ ഒരു ബസ് എടുത്തിട്ട് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക്, തിരുവനന്തപുരത്ത് എങ്ങും നിർത്തൂല, നിർത്തുന്നത് പരമാവധി നിർത്തിയാൽ കൊല്ലം ടൗണിൽ നിർത്തും, ബസ് സ്റ്റാൻഡിൽ കയറില്ല, ആലപ്പുഴ നിർത്തും, നേരെ പോകും. ലൈറ്റ്നിങ് പോകുന്ന പോലെ ഒരു ജില്ലയിൽ ഒരു സ്ഥലത്ത്, വന്ദേ ഭാരത് പോകുന്ന പോലെ ഒരു ജില്ലയിൽ ഒരു സ്ഥലത്ത് നിർത്തിക്കൊണ്ട് നേരിട്ട് ഡ്രൈവർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒറ്റ പിടിയിലാണ്. വിട്ടാൽ 3-3.5 മണിക്കൂർ കൊണ്ട്, ഈ റോഡ് പണി നടക്കുന്നതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, 3-3.5 മണിക്കൂർ കൊണ്ട് നമ്മൾ എറണാകുളത്ത് എത്തും. അപ്പോൾ ഒരു കാർ എടുത്ത് ആളിന് പോകേണ്ടതില്ല. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് പോയി സർജറി ചെയ്ത് മടങ്ങി വരുന്ന ഡോക്ടർമാരുണ്ട്. വൈകിട്ട് രാവിലെ വന്ദേ ഭാരതി പോകും, തിരിച്ചു വരാൻ പ്രയാസം. നമ്മൾ അങ്ങോട്ട് രാവിലെ ഒരു വണ്ടി പോകും, ആ വണ്ടി ക്ലീൻ ചെയ്ത് അവിടെ വിശ്രമിക്കും. വൈകിട്ട് ആളുകളെ 5 മണിക്ക് ശേഷം ഹൈക്കോടതിയിലും മറ്റും പോകുന്ന വക്കീലന്മാരെയും ഡോക്ടർമാരെയും എല്ലാം കയറ്റിക്കൊണ്ട് നമ്മൾ തിരിച്ച് 9 മണിക്ക് മുമ്പേ സാധനം തിരുവനന്തപുരത്ത് എത്തിക്കും. ഇത്തരത്തിലൊരു നോൺ സ്റ്റോപ്പ് ബസ് നമ്മുടെ പ്ലാനുണ്ട്. ബിസിനസ് ക്ലാസ് ആകുമ്പോൾ റേറ്റ് കൂടുതലായിരിക്കും, സാധാരണ സീറ്റ് റേറ്റ് കുറവായിരിക്കും. ഒരു രാഷ്ട്രീയവുമില്ല. എൻ്റെ കണ്ണിൽ എല്ലാ ജീവനക്കാരനും ഒരേപോലെയാണ്. ഒരാൾക്ക് കൂടുതൽ പൈസയും മറ്റേ കൂടുതൽ. ജോലി ചെയ്യാതെ പൈസ വാങ്ങാൻ ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒന്നേ ലീവ് എടുത്തു പോവാം, അല്ലെങ്കിൽ രാജിവെച്ചു പോവാം. അതിനി അനുവദിക്കത്തില്ല. ജോലി ചെയ്യാതെ കുറച്ചൊരു പൈസ ഉണ്ടാക്കി കുറച്ച് പാവങ്ങൾ കിടന്ന് ജോലി ചെയ്യുകയും ചെയ്യാം. ഇതൊരു നല്ല കാര്യമല്ല. എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരും ഒന്നുപോലെ ജോലി ചെയ്യണം. വണ്ടി കഴുകാതെ പോയാൽ AD പേരിൽ നടപടി വരും. ഞാനങ്ങ് തുറന്ന്, ഇതിവിടെ മാത്രമല്ല സ്റ്റേറ്റ് വൈഡായിട്ട് പറയുകയാണ്, വണ്ടി കഴുകാതെ പോകരുത്. ഈ വാങ്ങിയ പുതിയ വണ്ടികളെല്ലാം കഴുകി വൃത്തിയാക്കിയിരിക്കണം. വണ്ടി കഴുകാതെ പോയാൽ AD പേരിലും നടപടി ഉണ്ടാവും. അതിന് വേറെ താഴോട്ട് ആരാ എന്തുവെന്നൊന്നും ചോദിക്കത്തില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന് പേര് സസ്പെൻഷൻ ആക്കുള്ള നടപടി ഉണ്ടാവും. നേരിട്ടായിരിക്കും തിരിച്ചെടുക്കുന്നതും ഞാനായിരിക്കും. എടുക്കത്തില്ല തിരിച്ച്. ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. ഉള്ള കാര്യം പറയാമല്ല, ആര് പറഞ്ഞാലും കേൾക്കും. ഇതൊക്കെ കാര്യങ്ങൾ ഇത്രയും പണം മുടക്കി സർക്കാർ ഇത്രയും കാര്യമായി ചെയ്തു, ജനങ്ങളത് സ്വീകരിച്ചു, ജീവനക്കാരതിൽ സന്തോഷിക്കുന്നു. എല്ലാം വരുമ്പോൾ ഓണത്തിന് എല്ലാ അലവൻസും തന്ന് സന്തോഷത്തോടെ നിങ്ങളെ ഓണം ആഘോഷിക്കാൻ വിട്ടു. അതുകൂടാതെ ജീവിതത്തിൽ ആദ്യമായി ഒരു ട്രാൻസ്പോ നടത്തി KSRTC ജീവനക്കാർക്ക് ആഹ്ലാദം പങ്കുവയ്ക്കാൻ അവസരം കിട്ടി. എല്ലാവരും ഒന്നിച്ച് ചേർന്നുകൊണ്ട് ഒരു സന്തോഷം പങ്കുവയ്ച്ച എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഇതുവരെ KSRTC ഹിസ്റ്ററിയിലുണ്ടോ? അപ്പോഴും ചില ആളുകളെന്താ, ഈ ഡിപ്പോയിൽ ആരും പോവല്ലേ എന്ന് പറഞ്ഞ് വാട്സാപ്പിൽ മെസ്സേജ് ഇടുക. ഇതൊക്കെ പന്ന പണിയൊന്നും കാണിക്കരുത്. എന്താ പറയുക, ഇപ്പോൾ നമുക്ക് രാഷ്ട്രീയം കളിക്കാനോ അണ്ടർഗ്രൗണ്ട് പണി വയ്ക്കാനോ പറ്റിയ സമയമല്ല.